and welcome to Comedy Masters. Hi ദേവി ചേച്ചി, പക്രു ചേട്ടാ, മണിക്കണ്ണൻ ചേട്ടാ. വീട്ടിലുള്ള ലുക്കിലാണല്ലോ വന്നിരിക്കുന്നത്. ഇതെന്നെ ഇന്നത്തെ ലുക്കിന്റെ പ്രത്യേകത. എന്നാണ് ഞാൻ ലുക്കി കുറച്ചിട്ടുള്ളത്. Oh my god. കൂടെ ഇരിക്കുന്ന ആരൊക്കെ? ആരെ കൂടെ ഇരിക്കുന്നത്? അജയ് ചേട്ടൻ, ദേവി, എല്ലി. യൂട്യൂബർ, ഫേമസ് യൂട്യൂബർ ആണ് ആയിരിക്കുന്നത്. നിനക്കറിയില്ലെന്നുള്ളൂ, ഞങ്ങൾക്ക് നമ്മുടെയൊക്കെ വാലി ഇവിടെ അറിയാം. അത് ശരിയാണ്. ഞാനന്ന് ഭയങ്കര കുഞ്ഞായിരുന്നല്ലോ. എഴഞ്ഞു നടക്കുമായിരുന്നു. അതെ, ഇങ്ങനെ എഴഞ്ഞു വന്നപ്പോഴാണ് ഞാൻ നോക്കിയപ്പോ ആരാ അത് പക്രു ചേട്ടൻ എന്നൊക്കെ പറഞ്ഞത്. അല്ല, ദേവി ചേച്ചിനെ നമ്മൾ കളിയാക്കാൻ പറ്റത്തില്ല. ദേവി ചേച്ചി ഇപ്പൊ യൂട്യൂബിൽ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ? ഉണ്ട്, ഇടയ്ക്കൊക്കെ ഇടും. ഇടയ്ക്കൊക്കെ മറ്റു ഓരോ സെലിബ്രിറ്റീസ് ഓരോ ദിവസം പോസ്റ്റർ റിലീസ് ചെയ്യുന്ന പോലെയായിരുന്നു. അല്ല, അതെന്താ വെച്ചാ കോവിഡ് സമയമാണ്. വേറെ നമ്മുടെ ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് ഒരു ഹിന്ദി പാട്ട് വെറുത്ത് കുറെ നേരമായിട്ട് റീൽസ് ഇടാൻ വേണ്ടി ഞാൻ ഒരു മണിക്കൂർ ബാക്കിൽ ഞാൻ പറഞ്ഞു എന്റെ പൊന്ന് അടിക്കുമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു, അത് ഞാൻ വെറുത്ത്. ആ പാട്ട് വിചാരിക്കുന്നിടത്ത് പുള്ളിക്കാരിക്ക് കിട്ടുന്നില്ല. യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ എനിക്ക് യൂട്യൂബ് ഇല്ല. അക്രചേട്ടനും പിന്നെ എനിക്ക് യൂട്യൂബ് ചെയ്തിരുന്നു തോന്നുന്നു. ഇപ്പോഴും ആക്റ്റീവ് അല്ലേ? എനിക്ക് യൂട്യൂബ് ഇല്ല. അപ്പൊ നമ്മള് രണ്ടുപേരും ഈ കൂട്ടത്തിൽ യൂട്യൂബ് ഇല്ലാത്ത. അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും. ഭയങ്കര നല്ലൊരു തീരുമാനമായിരിക്കും. തുടങ്ങിയ സമയത്ത് നമുക്ക് ഭയങ്കര ആവേശമായിരുന്നേ. ചാരു കഥകളി കൂടിയാട്ടം അങ്ങനെ ഒരു ഇതാണ്. അനിയത്തി വന്ന അവളുടെ മോഹിനിയാട്ടമുണ്ട്. അപ്പൊ ഞാൻ ഭരതനാട്യം, കിഷോർ പാട്ട് പാടുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ മാക്സിമം എന്തിനേറെ കുറെ ദൂരെയാ തറവാട്, അവിടെ പോയി ഒരു ആനയെ വരെ കൊണ്ടുവന്ന ഞങ്ങളുടെ വീട്ടിലെ ആനപ്പുറത്ത്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് യൂട്യൂബ് ചെയ്തോടുകൂടി ആനപ്പുറത്ത് ആന ലാസ്റ്റ് ചോദിച്ചു ഒന്നിറങ്ങി പോകാവോ. ഇല്ല, ആനയുടെ കാര്യം പറയുമ്പം വേറെ വണ്ടികളുടെ ആന എന്നൊക്കെ പറയുന്ന പോലെ ഫെറാറി ആയിട്ട് ചില ആൾക്കാർ ഇവിടെ യൂട്യൂബിലൊക്കെ ചെയ്താൽ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. ഏതാ ഫെറാരി ഒന്നും ഇല്ലത്? പിന്നെ ഏതായിരുന്നു? ലംബോർഗിനി. അതിലും വലുതാണ്. ഇപ്പൊ നമ്മള് ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിലേ യൂട്യൂബ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ കുറെ കണ്ടന്റും കാര്യങ്ങളും ഒക്കെയാണ് പ്രേക്ഷകർക്ക് വേണ്ടി മോർ ഓഫ് ലൈക്ക് ബിസിനസ്. അല്ല, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ബിസിനസിനേക്കാൾ ഉപരി നമ്മള് സ്ക്രീനിൽ കൂടുതലും വന്നിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആയിട്ട്. എക്സാക്ട്ലി. അപ്പൊ ഞാൻ വാട്ട് ഇസ് റിയൽ മീ എന്നുള്ളത് എനിക്ക് പറയാനുള്ള അവസരങ്ങളിൽ ഇല്ലായിരുന്നു. വളരെ അപൂർവമായിട്ടുള്ള അവസരങ്ങളെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ യൂട്യൂബ് എനിക്കൊരു നല്ല പ്ലാറ്റ്ഫോം ആയിരുന്നു. കാരണം പലരും അതിന്റെ താഴെ കമന്റ്സ് ചെയ്തു, ചേച്ചി കഥാപാത്രങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, പക്ഷെ ചേച്ചി ഇതിനകത്ത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടെ കുറച്ചുകൂടെ പേഴ്സണൽ ആയിട്ട് നമുക്ക് അവരെ ഇഷ്ടപ്പെടുത്താൻ സാധിക്കുന്നു. അല്ലെ നമ്മൾ എന്തോ ആണോ അത് അവർക്ക് ഇഷ്ടപ്പെടുന്നു. അതൊരു വലിയ സന്തോഷം തന്നെ. ഞാനൊരു ദിവസം നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ പ്രായം ചെന്നൊരു അമ്മൂമ്മയാണ്. അമ്മൂമ്മ ഇങ്ങനെ കരിക്കരിഞ്ഞോണ്ടിരിക്കുക. അപ്പൊ മൊബൈൽ ഓൺ ചെയ്ത് വെച്ച് യൂട്യൂബ് ചാനൽ എന്തോ കണ്ടോണ്ടിരിക്കുക. ഞാൻ ചോദിച്ചപ്പോ അമ്മൂമ്മ അതൊന്നും പറയണ്ട, പിന്നെ പറയണം നീ കാരണം അത്രത്തോളം അഡിക്റ്റഡ് ആയി. പണ്ട് സീരിയൽ അല്ലെങ്കിൽ TV ഷോ ആയിരുന്നു. ഇപ്പൊ അത് മാറിയിട്ട് യൂട്യൂബിലോട്ട് ഏത് തലമുറയെന്നില്ല, എല്ലാ തലമുറയും ഇപ്പൊ അതിലോട്ട് മാറിക്കഴിഞ്ഞു. ഒരുപാട് ഓപ്ഷൻസും ഉണ്ട്. പ്രോഗ്രാം നമുക്ക് മുന്നോട്ടേക്ക് പോകണം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ എപ്പിസോഡിന്റെ ഭാഗമായിട്ട് ഒരു ഫേമസ് യൂട്യൂബറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കുഞ്ചു ടെക്കി. ഞാനോ? പോലീസ് സെക്യൂരിറ്റിയിലൊക്കെയാണല്ലോ വന്നിരിക്കുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു കാണും ഒരു യൂട്യൂബർ അദ്ദേഹത്തിന്റെ കാറിന്റെ സീറ്റ് ഒക്കെ മാറ്റിയിട്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയത്. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ ലൈസൻസ് കട്ട് ചെയ്തെന്നൊക്കെയുള്ള ന്യൂസ് നിങ്ങൾ വായിച്ചു കാണും അല്ലേ? പക്ഷെ അദ്ദേഹത്തിന്റെ ലൈസൻസ് കട്ട് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് പിടിച്ചു. അദ്ദേഹത്തിന്റെ ലൈസൻസ് ആണിത്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ലൈസൻസ് കട്ട് ചെയ്യാൻ പോവുകയാണ് ഇവിടെ വെച്ച്. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിന്റെ ലൈസൻസ്. നല്ലൊരു കയ്യിൽ തരും എന്നേക്കുമായിട്ട് അദ്ദേഹത്തിന്റെ ലൈസൻസ്. കുഞ്ചുടെക്കി, നിനക്ക് ഇനി ഒരു കാലത്തും വണ്ടി ഓടിക്കാൻ പറ്റില്ല. കട്ട് ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഇത് കണ്ടില്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്റെ സ്വന്തം കാറ് ഞാൻ സ്വിമ്മിംഗ് പൂൾ ആക്കിയതിന് ഈ ഇവിടുത്തെ നിയമത്തിന് എന്തിനാണ് പ്രശ്നം? എന്താണ് പ്രശ്നം? എനിക്ക് മനസ്സിലാകുന്നില്ല ഗൈസ്. ഇത് ന്യായമാണോ ഗൈസ്? നിങ്ങൾ തീരുമാനിക്കൂ. ഇത് ന്യായമാണ്. എന്ത് ന്യായം? ഇത് ന്യായമാണ്. ഇതൊന്ന് കട്ട് ചെയ്യും. ഇവിടെ നിയമങ്ങൾ, റോഡ് നിയമങ്ങളുണ്ട്. ഞങ്ങൾ വലിക്കാൻ നടക്കുന്നവരല്ലേ ഇത്? എന്ത് റോഡ് നിയമങ്ങൾ? ഞാൻ എന്റെ കാറിലല്ലേ ഞാൻ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയത്, അല്ലാതെ നാട്ടുകാരുടെ കാറിലല്ലോ. ഞാൻ പബ്ലിക്കിന് ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ. പിന്നെന്താണ് നിയമ നടപടി എടുക്കുന്നതിന് കാരണം? എന്താണ് സംഭവം? നിങ്ങളെ വണ്ടിയൊക്കെ ആണെങ്കിലേ അത് ഇറത്തി ഓട്ടിക്കുന്നത് റോഡിൽ കൂടെയാണ്. അപ്പൊ നിങ്ങൾ ചെയ്ത തെറ്റ് തന്നെയാണ്. നിങ്ങളുടെ കാറിലാണോ ഞാൻ സ്വിമ്മിംഗ് പൂൾ പണിഞ്ഞത്? എന്റെ കാറായാലും നിങ്ങളുടെ കാറായാലും ചെയ്ത തെറ്റ് തന്നെയാണ്. അല്ല, ഞാൻ നിങ്ങളുടെ കാറിലാണോ ഞാൻ സ്വിമ്മിംഗ് പൂൾ പണിഞ്ഞത്? സാറിന്റെ കാറിലാണല്ലോ ഞാൻ സ്വിമ്മിംഗ് പൂൾ പണിഞ്ഞത്. അല്ല, താങ്കളുടെ കാറിലാണ് ഞാൻ സ്വിമ്മിംഗ് പൂൾ പണിഞ്ഞത്. എന്റെ കാറിലാണ് ഞാൻ സ്വിമ്മിംഗ് പൂൾ പണിഞ്ഞത്. അതിനെന്താണ് പ്രശ്നം?
അതിനെന്താണ് പ്രശ്നം? അല്ല അത് ശരിക്കും ആ കാറെന്നൊക്കെ പറഞ്ഞ റോഡിൽ കൂടെ ഓടിക്കാനുള്ള സാധനല്ലേ, കിടന്ന് കുളിക്കാൻ. ഞാൻ എന്റെ നെഞ്ചത്തോടാണോ എന്റെ കാർ ഞാൻ ഓടിച്ചത്? ഞാൻ റോഡിൽ കൂടെ തന്നെയാണ് ഓടിച്ചത്. അല്ല വെള്ളം ഒഴിച്ച് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കുക എന്ന് കാറെന്ന് പറഞ്ഞാൽ സഞ്ചരിക്കാൻ വേണ്ടി 4-5 പേരായിരിക്കും, 7 സീറ്റർ ആണെങ്കിൽ അങ്ങനെ ഇരുന്ന് പോകാൻ സഞ്ചരിക്കാൻ വേണ്ടി. നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. സത്യത്തിൽ അത് സ്വിമ്മിംഗ് പൂൾ അല്ലായിരുന്നു. എനിക്കൊരു അത്യപൂർവമായ 2 ഫിഷ് കിട്ടി. അത്യപൂർവ ഇനത്തിലുള്ള 2 ഫിഷ് കിട്ടിയപ്പോൾ അതിനെ കൊണ്ടുപോകാൻ, എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ പണിഞ്ഞ അക്വേറിയം ആയിരുന്നു അത്. അക്വേറിയം. അതെന്ത് ഫിഷാണ്? എന്ത് ഫിഷാണ് കിട്ടിയത്? അത്യപൂർവ ഇനത്തിൽപ്പെട്ട 2 ഫിഷ്. ഈ അത്യപൂർവം എന്ന് പറഞ്ഞത് എന്താണ്? അത്യപൂർവ ഫിഷ് എന്നാണ് ചോദിച്ചത്. ഒന്ന് ചുട്ടിപ്പൂശാൻ, ഒന്ന് മാനത്ത് കണ്ണി. എന്ത് ചുട്ടിപ്പൂശാനും മാനത്ത് കണ്ണിയും. ബ്ലൂത്തിയല്ലേ ഇത്? ടിപ്പിഷൻ അപൂർവമാണ്, മറ്റേതറിയത്തില്ല. മാനത്ത് കണ്ണി അറിയില്ല. അത് അങ്ങനെ കൊണ്ട് യൂട്യൂബിൽ തപ്പിയാൽ മതി. ആ കുഞ്ചു, നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ടോ? കുട്ടുകത്തില് എന്റെ കുടുംബത്തില് എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്. കൈ അച്ഛനുണ്ട് യൂട്യൂബ് ചാനൽ, അമ്മയ്ക്കുണ്ട് യൂട്യൂബ് ചാനൽ, മുത്തശ്ശിക്കുണ്ട് യൂട്യൂബ് ചാനൽ, അപ്പൂപ്പനില്ല യൂട്യൂബ് ചാനൽ. അല്ല, മുത്തശ്ശിക്ക് അമ്മൂമ്മയ്ക്കും ഉണ്ടോ? അമ്മയ്ക്കുണ്ട് യൂട്യൂബ് ചാനൽ. അമ്മൂമ്മയുടെ യൂട്യൂബ് ചാനലിന്റെ പേര് അമ്മയുടെ യൂട്യൂബ് ചാനലിന്റെ പേരാണ് തുപ്പൽ കൊളാമ്പി. തുപ്പൽ കുളമ്പി അതായത് ഈ വെറ്റില മുറുക്കും സംബന്ധമായിട്ടുള്ള കണ്ടന്റുകളാണ് അതിനകത്ത് ഇടുന്നത്. അപ്പൂപ്പനോ? അപ്പൂപ്പന ഉണ്ടായിരുന്നു, പൊളിഞ്ഞുപോയി. എന്തായിരുന്നു? അപ്പൂപ്പന ഈ സബ്സ്ക്രൈബർ എന്ന് പറയാൻ അറിയത്തില്ല, അതുകൊണ്ട് ആ ചാനൽ പൊളിഞ്ഞുപോയി. പല്ലില്ലാത്തത് കാരണമേ സബ്സ്ക്രൈബർ എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നിർത്തി വെച്ചേക്കാണ്. പല്ല് സെറ്റ് ചെയ്തിട്ട് പറഞ്ഞിപ്പിച്ച പോരായിരുന്നു. അത് എവിടെ കൊണ്ട് വെക്കും പല്ല്? മോണോ വേണ്ടേ? മോണയും ഇല്ല. മോണോ ബ്ലോക്ക് പമ്പെന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. എന്തായാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ നമുക്ക് നാടിന് ഒരു നിയമമുണ്ട്, നമ്മുടെ രാജ്യത്തിന് ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് റോഡിന്റെ, നമ്മുടെ കേരളത്തിലെ റോഡിന് പ്രത്യേകിച്ച് നിയമമുണ്ട്. കേരളത്തിന്റെ റോഡിന്റെ പ്രത്യേകതയെ കുറിച്ച് നിങ്ങൾ എന്നോടൊന്നും പറയണ്ട കേട്ടോ. സാർ എന്നോട് കൂടുതൽ സംസാരിക്കേണ്ട. കേരളത്തിലെ റോഡിന്റെ പ്രത്യേകതയെ കുറിച്ച് നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് ഒന്ന് പോകണം. അവിടുത്തെ റോഡൊന്ന് കാണണം. റോഡ് എന്താണ് റോഡിന്? ആ റോഡിൽ നമ്മൾ പായ വിരിച്ച് കിടക്കും. ആ റോഡ് കണ്ട പായ വിരിച്ച് കിടക്കാൻ തോന്നും. കേരളത്തിലെ റോഡിലും പാവിരിച്ച് കിടക്കാമല്ലോ. ആ പാ വിരിച്ച് കിടക്കാം. പോകാൻ നേരം ആ പായി തന്നെ ചുരുട്ടി എടുത്തോണ്ട് പോകേണ്ടി വരും കേരളത്തിന്റെ റോഡിൽ കിടന്നാല്. വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ നാട് വിട്ടിട്ട് നിങ്ങൾ എങ്ങോട്ട് പോകാനാണ്? ഈ രാജ്യം വിട്ടിട്ട്? ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുകയാണ് ഗൈസ്. ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുകയാണ്. കാരണം ഇവിടെ ടിനി ടോം നിരോധിച്ചു, ഇവിടെ ആസിഫ് അലി നിരോധിച്ചു. വിദേശത്ത് ഇതെല്ലാം ഒക്കെയാണ്. ഞാൻ വിദേശത്ത് പോവുകയാണ്. അവിടെ പോയി എനിക്ക് ടിനി ടോം ചെയ്യാം, ആസിഫ് അലി ചെയ്യാം. ഇവിടെ നിരോധിച്ചു. എവിടെ ഫ്രണ്ട്സാ? ആര് പറഞ്ഞു? ആസിഫ് അലി ഇവിടെ നിരോധിച്ചിട്ടില്ല. ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ സോഷ്യൽ മീഡിയയിലെ കാര്യമാണ് പറഞ്ഞത്. സോഷ്യൽ മീഡിയയിലെ ടിനി ടോമും ആസിഫ് അലിയിലെ ടിക്ടോക്കും മ്യൂസിക്കലി അവിടെ വിദേശത്ത് എനിക്ക് ചെയ്യാമല്ലോ. വിദേശത്ത് ഞാൻ ചെയ്തോളാം. അവിടെ പോയി ഇവിടെ നീ നടക്കത്തില്ല. വേണ്ട, ഇവിടെ വേണ്ട. നിനക്ക് ഇനി വണ്ടി എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാനേ പറ്റത്തില്ല, ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. നിനക്ക് ഡ്രൈവർ ഇല്ല. നിനക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ പറ്റുമോ? ഓട്ടോറിക്ഷ ഓടിക്കാനും പറ്റത്തില്ല. ബൈക്ക് ഓടിക്കാൻ പറ്റില്ല. ബൈക്ക് ഓടിക്കാനും പറ്റത്തില്ല. അങ്ങനെ ബൈക്ക് ഓടിക്കാൻ പറ്റില്ല. ബൈക്ക് ഓടിക്കാനും പറ്റത്തില്ല. നിനക്ക് ഇനി ഒരു വാഹനം ഓടിക്കാൻ പറ്റത്തില്ല. നിന്റെ എല്ലാ രീതിയിലുള്ള ആജീവനാന്ത കാലത്തേക്ക് ലൈസൻസ് ആണ് കട്ട് ചെയ്തത്. ഒരു വാഹനമല്ലേ ഓടിക്കാൻ പറ്റാത്തുള്ളൂ. വാഹനം ഓടിക്കാൻ എനിക്ക് പറ്റില്ല. റോഡിൽ കൂടെ നടക്കാൻ പറ്റുമോ? നടക്കാൻ റോഡിന്റെ ഇട സൈഡ് തിറന്ന് നടക്കാം, വല സൈഡ് തിറന്ന് നടന്നാൽ അപ്പോഴേ ഞങ്ങൾ പിടിച്ച് പാട്ടിക്കത് കയറ്റും, നിന്നെ ജീപ്പിൽ കയറ്റും. അപ്പൊ എനിക്ക് ഇനി കേരളത്തിൽ കൂടെ വണ്ടി ഓടിക്കാനും പറ്റും. കേരളത്തിലെ റോഡിൽ കൂടെ നിനക്ക് ഇനി വണ്ടി ഓടിക്കാൻ പറ്റില്ല. അത് ശരി. പറ്റില്ല. പക്ഷെ ഒരു കാര്യം, ഞാൻ ഡ്രൈവറെ വെച്ച് ഓടിച്ചാലോ? ഡ്രൈവറെ വെച്ച് ഓടിക്കാനോ? ഡ്രൈവറെ വെച്ച് ഓടിക്കും. എന്റെ കാമുകിയെ ഞാൻ ഡ്രൈവറാക്കി വണ്ടി ഓടിക്കും. അതിനെ കാമുക ഡ്രൈവറാക്കുന്നത്. അപ്പൊ എനിക്ക് കാമുകിക്ക് കാമുകിയായി, ഡ്രൈവർക്ക് ഡ്രൈവറുമായി. എന്ത് ചെയ്താലും നീ വണ്ടിക്കകത്തുണ്ടെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കും. അറസ്റ്റ് ചെയ്യും. എനിക്ക് നിങ്ങളെ ഈ ഔദാര്യം എനിക്ക് വേണ്ട സാർ, എനിക്ക് വേണ്ട. പിന്നെ അല്ലാതെ നിങ്ങളുടെ മുന്നിൽ കൂടെ, നിങ്ങളുടെ കൺമുന്നിൽ കൂടെ സീറ്റ് ബെൽറ്റ് പോലും ഇടാതെ ഞാൻ യാത്ര ചെയ്ത് കാണിക്കും. ചുമ്മാ പറയാ, കാണിച്ചേരാ. നീ ഒന്ന് കാണിക്കും. നീ സീറ്റ് ബെൽറ്റ് ഇടാ, നീ കേരളത്തിലെ റോഡിൽ കൂടെ നീ ഒന്ന് കാണിച്ചാ. നീ സാറൊന്ന് പേടിപ്പിക്കാറ് സാറേ. ഇതൊക്കെ കാര്യമാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഞാനൊരു സോഷ്യൽ ഇൻഫ്ലുവൻസറാണ്, മനസ്സിലായോ? ഇൻഫ്ലുവൻസർ അതിനകത്ത് കാണിച്ചാ. നീ ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ മുന്നിൽ കൂടെ ഞാൻ നെഞ്ചും പിരിച്ച് കുറെ നേരം നീ വെല്ലു വിളിക്കുന്നുണ്ടോ? നീ കാണിച്ചു തരും. നീ ഞങ്ങളുടെ നിയമങ്ങളെ വെല്ലുവിളിച്ച്, ഞങ്ങളുടെ ക്യാമറ വെല്ലുവിളിച്ച് നിനക്ക് കാണിക്കാമെങ്കിൽ നീ കാണിച്ചതാ. നിങ്ങളുടെ ക്യാമറയ്ക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. കാണിക്കണോ? ഇയാൾ കാണിക്കേ. ഞാൻ കാണിക്കാം. ഡ്രൈവേഴ്സ്, പോവാം. ഹായ് ഗൈസ്, നിങ്ങളുടെ നിയമത്തിന് എന്നെ എന്ത് ചെയ്യാനെന്ന് ഞാനൊന്ന് കാണട്ടെ. ഗൈസ്, നമ്മുടെ പോലീസുകാരാക്കണം. സാറേ, ചമ്മിനാറി ബ്ലീച്ചായോ? ചെറുതായിട്ടൊന്ന് ബ്ലീച്ച് ആയിട്ടിരിക്കുകയാണ്. ആണോ? എന്നാലും നമ്മൾ അവനെ പിടിക്കണം സാറേ. ഓൾ ദി ബെസ്റ്റ്. സഹകരിച്ചല്ലോ. ഓൾ ദി ബെസ്റ്റ്. നല്ലതായിരുന്നു കേട്ടോ. താങ്ക് യു സാറേ. താങ്ക് യു. മധുവിതുരാവുകളിൽ
സുരഭിലയാമങ്ങളിൽ മടിയിലൊരാൺ പൂവിനെ കണ്ണിന് കൺമണിയെ കാർത്തിക തേൻ കണിയെ ആരോ തളിരോ ആരാരോ. ഷോ ഈ ബാലദ്രോനൊക്കെ സംബന്ധിക്കണം. പാട്ടും പാടണം, കാലും കൊണ്ട് കാണിക്കണം, നെഞ്ചും തടങ്ങണം. എന്തായാലും മധുവത് വന്ന് കയ്യിലൊരു കൊച്ചു വന്ന് ഇനി എന്റെ വധു വന്ന് കിട്ടിയാൽ മതി. ചേട്ടാ ഇത്രയും നേരമായിട്ട് അവളെ കാണാനില്ലല്ലോ. പന്തലൂരിക്കാർക്കൊക്കെ പൈസ കൊടുത്തിട്ട് 12:05 മണി. ചിലപ്പോ നാണം കൊണ്ട് പുറത്ത് നിൽക്കായിരിക്കും, ഞാൻ വിളിക്കാഞ്ഞിട്ടായിരിക്കും. ഞാൻ അവളെ ചെന്ന് വിളിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു, പാല് തരുന്നു, ഞാൻ പകുതി കുടിക്കുന്നു, അവക്ക് കൊടുക്കുന്നു, ഇരിക്കുന്നു, കിടക്കുന്നു. ഞാനിന്ന് പൊളിക്കും. ഞാനിന്ന് വിളിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. നീ വിളിച്ചില്ലെങ്കിൽ എനിക്കൊരു പുല്ലുമില്ല. എടി സത്യം പറയാലോ, ഞാൻ പോലും വിചാരിച്ചില്ല ഞാൻ ജയിക്കുമെന്ന്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാനേ കഴിഞ്ഞ ദിവസം ആ പഞ്ചായത്ത് മീറ്റിങ്ങിന് പോയപ്പോഴേ ആ പെണ്ണുമ്പുളനോട് ഒരു കടിയും കൂടി ചോദിച്ചപ്പോ അവര് പറയാ പഞ്ചായത്ത് മെമ്പർമാർക്ക് മാത്രമേ 2 കടി കൊടുക്കൂന്ന്. അന്നേ ഞാൻ തീരുമാനിച്ചതാ, ഇനി ഞാൻ അവരുടെ മുമ്പിൽ 4 കടി കഴിക്കും, 4 കടി. പിന്നെയുണ്ടല്ലോടി, ഞാൻ അങ്ങനെ വെറുതെ ജയിച്ചൊന്നുമല്ല. ഞാൻ നല്ല അന്തസ്സായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ജയിച്ച ആളാ, അതും വാഴ ചിഹ്നത്തില്. അല്ല ഈ വാഴയെന്ന് പറഞ്ഞത് ചിഹ്നത്തിനല്ലേ? അതെ. പറഞ്ഞു എന്നാ നീ വെച്ചോടി, ഞാൻ പിന്നെ വിളിക്കാം. അയ്യടി എന്തൊരു ഒലിപ്പീര്. ഞാനേ ഇവൾമാരുടെ അടുത്ത് ഓട്ടം ചോദിച്ച് ചെന്നപ്പോ അവളുമാര് പറയാ, എടി രാജി നിനക്ക് വേറെ ഒരു പണിയില്ലേന്ന്. ഇപ്പൊ ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയപ്പോ അവളുമാർക്ക് ഒരു മാറ്റമില്ല. ആ കലിംഗ ശശിയായിട്ട് അങ്ങനെ ഇരിക്കാം. അവരാരായിട്ട് ഒരു കലിക ശശി? ഇങ്ങോട്ട് വന്നേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇന്ന് ഞാൻ ഇലക്ഷൻ ജയിച്ച ദിവസം. അതൊരു പ്രത്യേകത. അതല്ലാതെ ഇന്ന് 9:30ക്കും 10 മണിക്കും ഇടക്കായിട്ട് ഞാൻ മോളുടെ കഴുത്തിൽ താലി കെട്ടി. ഇന്ന് നമ്മുടെ ആദ്യ രാത്രി അല്ലേ? ഈ തിരക്കിനിടെ അത് ഞാൻ മറന്നുപോയി. അതൊക്കെ മറക്കാവോ? ചേട്ടന് പാല്, ചേട്ടൻ പാതി കുടിച്ചിട്ട് പാതി എനിക്ക് താ. ഇല്ലില്ല, മോളുടെ പാതി മോള് വന്നപ്പോ തന്നെ കുടിച്ചായിരുന്നു. ഇതെന്റെ പാതിയാണ്, ഇത് ഞാൻ ആർക്കും തരത്തില്ല. പിന്നെ എന്താണ് ഇനി മോളുടെ ഫ്യൂച്ചർ പ്ലാൻ? ഇപ്പൊ ഞാൻ ജയിച്ചല്ലോ, ഇനി എനിക്ക് രാജിവെക്കണം. അയ്യോ രാജിവെക്കല്ലേ. അതെന്താ? ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെ രാജിവെക്കാൻ പാടില്ല. ഈ നിന്റെ വലിപ്പം നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ പഞ്ചായത്തിൽ എത്ര സീറ്റ് ഉണ്ട്? 15. അതിനകത്ത് ഭരണപക്ഷത്തിന് എത്ര സീറ്റ് ഉണ്ട്? 7. പ്രതിപക്ഷത്തിന് എത്ര സീറ്റ് ഉണ്ട്? 7. ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചത് ആരാണ്? അപ്പൊ ഇനി നീ വേണം ഈ പഞ്ചായത്ത് ആര് ഭരിക്കണോന്ന് തീരുമാനിക്കാൻ. ഞാനോ? പിന്നെ ഞാൻ പിന്നെ എന്താ ചെയ്യണ്ട ചേട്ടാ? ഇപ്പൊ ഒന്നും തീരുമാനിക്കണ്ട, അതൊക്കെ നാളെ തീരുമാനിക്കാം. ഇന്ന് നമ്മുടെ ആദ്യ രാത്രി അല്ലേ, അതല്ലേ വലുത്. എനിക്ക് നാണം വരണം. അതെ, എന്ത് നമ്മുടെ ആദ്യ രാത്രിയാ ചേട്ടാ? ആരാണ്ട് പതുങ്ങിയിരുന്ന് സംസാരിക്കണ ചേട്ടാ? അത് പതുങ്ങിയിരുന്ന് സംസാരിച്ചതല്ല, ഈ ആദ്യ രാത്രിക്ക് ഒരു ഫീല് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞേ. ഇന്ന് നമ്മുടെ ആദ്യ രാത്രി അല്ലേ? അയ്യോ ജാഫറിക്ക, ഇടുക്കി ജാഫറിക്കയുടെ. അയ്യോ ജാഫറിക്ക അങ്ങനെയല്ല, ജാഫറിക്ക ഇങ്ങനെയല്ലേ. എന്നാ പരിപാടി കാണിക്കണ? ആറഞ്ച് ഈരഞ്ച് ഓറഞ്ച് ഓറഞ്ചോ. അടിപൊളി അടിപൊളി. വേറെ എന്ന് പറയാനായിട്ട് സൗണ്ട് മാത്രമല്ല, ഫിഗർ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ വിജയകാന്തിന്റെ ഫിഗർ ചെയ്യൂലേ? എതുക്ക് റാണി സിരുത്തേ സിരുത്തേ നാനാ തനന്നനാന നനന്ന നനന്ന നാനാന എതുക്ക് റാണി തെരുത്ത തെരുത്ത. അയ്യോ എന്റെ ചേട്ടൻ പൊളി. ഇനി വേറെന്തെങ്കിലും ഉണ്ടോ? ഇനിയിപ്പോ വേറെ ഒന്നും വേണ്ട. അല്ലെങ്കിൽ നമ്മുടെ ആദ്യ രാത്രിക്ക് ഈ ജാഫറിക്കും മറ്റേ വിജയാന്തൊക്കെ വന്ന എന്തിനാ അല്ലേ? വാ ഇവിടെ ഇരിക്കേ. ഇത് സ്ഥിരം പരിപാടിയാ. ഇത് സ്ഥിരം പരിപാടിയാ. എവിടെ ആദ്യ രാത്രി നടന്നു അവിടെ വന്ന് കഥയിൽ മുട്ടിയിട്ട് അത് ക്യാൻസൽ ആക്കും. ഒന്നില്ലെങ്കിൽ ചൂടുവെള്ളം തരാൻ, അല്ലെങ്കിൽ പന്തലുകാരന്റെ പൈസ മേടിക്കാൻ, അല്ലെങ്കിൽ ഈ മുറി തൂക്കാൻ. ഇന്നത്തോടു കൂടി ഞാനിത് തീർക്കും, ഇത് ഞാൻ അവസാനിപ്പിക്കും. ഞാനെന്ത് ഹലോ രാജി, ഈ നിൽക്കുന്നത് ആരാന്നറിയാമോ? ഞങ്ങളുടെ കണ്ണിൽ ഉണ്ണിയല്ലേ. ഈ നിൽക്കുന്നത് ആരാന്നറിയാമോ? എന്റെ കണ്ണിലെ കരടല്ലേ. രാജി ഒന്ന് ചിന്തിക്കണം, ഞാൻ നിൽക്കേണ്ട സ്ഥാനത്താണ് രാജി നിൽക്കുന്നത്. ആണോ? അയ്യോ
സോറി ട്ടോ. അതല്ല പിന്നെ? ഞാൻ ജയിക്കേണ്ട സ്ഥാനത്തായിരുന്നു രാജി ജയിച്ചത്. എന്റെ കഷ്ടകാലത്തിന് ഞാൻ പൊട്ടി. അതിന് കാരണം എന്നാന്നറിയാവോ? കുട്ടനിലും ടായുണ്ട്, നോട്ടയിലും ടായുണ്ട്. കുട്ടന്റെ ടായ എന്നും പറഞ്ഞ് നോട്ടന്റെ ടായക്ക് കുത്തി. അപ്പൊ കുട്ടൻ പൊട്ടി. കുട്ടൻ മൂന്നാമത് വന്നു, നോട്ട രണ്ടാമത് വന്നു, രാജി ഒന്നാമത് വന്നു. അല്ലാതെ കയ്യിരിപ്പോണ്ട് തോറ്റതല്ല. കഥയവാ. രാജി, ഞാനിപ്പോ വന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് രാജി ഞങ്ങളോടൊന്ന് സഹകരിക്കണം. ഇന്ന് ഞങ്ങളുടെ ആദ്യ രാത്രിയാ. ഇന്ന് സഹകരിക്കണ്ട. എനിക്കറിയാം ഇന്ന് ആദ്യ രാത്രിയാണെന്ന്. ചേട്ടൻ ഇങ്ങോട്ട് മാറിക്കേ. എനിക്കറിയാം ആദ്യ രാത്രിയാന്ന്. ഇന്ന് സഹകരിക്കണ്ട. അടുത്ത 5 വർഷം ഞങ്ങളുമായിട്ടൊന്ന് സഹകരിക്കണം. എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത്? എന്നാ സഹദേവാ? ആദ്യ രാത്രി കുടുംബത്ത് കയറി വന്ന് ഇങ്ങനത്തെ വർത്തമാനമാണ് പറയുന്നത്. അവരിപ്പോ തെറ്റിദ്ധാരണ ഉളവാക്കത്തില്ല. ഉളവാക്കി, ഞാൻ ഉളവാക്കി. ഇങ്ങനെ ഉളവാക്കണ്ട അറിയാമോ? ഇത് കുളവാക്കരുത്. ഞാനൊരു തഞ്ചത്തിലും തരത്തിലും പറയാം. ഇന്ന് തഞ്ചത്തിൽ ചെന്ന് പറ. കണ്ടു പഠിച്ചു. അത് വേറൊന്നും കൊണ്ടല്ല, പ്രസിഡന്റ് തോറ്റയിന്റെ ആ ഒരു വിഭ്രാന്തി ഉണ്ടല്ലോ, അതിന്റെ പുറത്തങ്ങ് പറഞ്ഞു പോയതാ. ക്ഷമിച്ച്. സംഗതി വേറൊന്നുമല്ല, ഇയാക്കടെ ഭാര്യനെ ഞങ്ങൾക്കൊന്ന് തരണം. സഹദേവാ, നീ നോട്ടയ്ക്കാണോ വോട്ട് ചെയ്തത്? ഏതോ ഒരു ഇട്ടാക്കിട്ടാ കുത്തിയത്. അപ്പൻ നോട്ട തന്നെ. അല്ല, ഇതുപോലെ വിവരക്കെടുത്ത് ഞാൻ പറയത്തില്ല. ആണ്ട്രാ, മറ്റേ പാർട്ടിക്കാർ വരുന്നുണ്ട്. അയ്യോ, ആദ്യ രാത്രി ഓളോയി. രാജിയാണ്. ജയിച്ചപ്പോഴും നിങ്ങൾ അങ്ങ് രാജിവെക്കാൻ പോവാണോ? അതല്ല, പിന്നെ ഞങ്ങളുടെ പ്രസിഡന്റ് രാജിയാണ്. രാജിയാണ്, രാജിയാണ്, 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 എന്റെ ഭാര്യ രാജിയാണ്. ഞങ്ങളുടെ പ്രസിഡന്റ്. അയ്യോ, ഓക്കെ, അപ്പൊ ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരിക്കുക. രാജി, ഇനി വന്നേ. ഒരു കാര്യം മനസ്സിലാക്കണം. രാജി മത്സരിച്ച വാഴ ചിഹ്നത്തിന്, ഞാൻ മത്സരിച്ചത് ആപ്പിൾ ചിഹ്നത്തിന്. ആപ്പിളും വാഴയും തമ്മിൽ അഗാധമായ ഒരു ഫ്രൂട്ട്സ് ബന്ധമുണ്ട്. അറിയാലോ, നമ്മുടെ ചിഹ്നം ആപ്പിളാണ്. അതുകൊണ്ട് 5 വർഷം ഞങ്ങളുടെ കൂടെ നിൽക്കണം. നമ്മുടെ ചിഹ്നമായ ആപ്പിള് തല്ലിപ്പൊട്ടിച്ചത്. എങ്ങോട്ട് പോണു? എന്തിന്? ഞങ്ങളുടെ ചിഹ്നം തകർത്തേന്. എടാ മണ്ടന്മാരെ, നിങ്ങളുടെ ചിഹ്നം അവൻ തകർത്തില്ലേ? അപ്പൊ അതിന് പകരം അവന്റെ ചിഹ്നം നിങ്ങൾക്ക് തകർത്താ പോരെ? അവന്റെ ചിഹ്നം എന്താ? കട്ടില്. സമ്മതിക്കത്തില്ല. രാജി, ഇനി വാ. രാജി, ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ? അടുത്ത 5 വർഷം രാജി ഞങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അരി, പഞ്ചസാര, തേയില, കാപ്പിപ്പൊടി, മുരിങ്ങയ്ക്ക, പാവയ്ക്ക, വെണ്ടയ്ക്ക, ഇതൊക്കെ ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊണ്ട് തരും. അപ്പൊ നിന്റെ വില നിനക്ക് മനസ്സിലായ? ഇങ്ങോട്ട് വന്നേ. അത് നമുക്കും കൂടെ ഓക്കെ പറഞ്ഞല്ല, എല്ലാ സാധനവും കിട്ടും. ഓക്കെ പറ, അവര് ഭരിക്കട്ടെ. അപ്പൊ ഒരു കാര്യം ചെയ്യ്. പഞ്ചസാര, ഉപ്പ്, മുളക് ഒരു തരം. ഞാൻ പറഞ്ഞോട്ടെ, നമുക്ക് ഈ പഞ്ചസാരയും മുളവിന്റെ പരിപാടിയൊന്നും ഇല്ല. ഞങ്ങളുടെ പാർട്ടി ഉറപ്പു തരുന്നു, എല്ലാ മാസവും 5-ാം തീയതി രാജിയുടെ കയ്യിൽ ഒരു പുതിയ കാഞ്ചീപുരം പട്ടുസാരി ഞാൻ അങ്ങ് വച്ച് തരും. എന്ത് പറയുന്നേ? ഈ അരിയും പച്ചസാരയും തല ചുമന്നിട്ട് പോകാൻ പറ്റോ? എനിക്ക് പുറത്തിറങ്ങുമ്പോൾ നല്ല അന്തസ്സായിട്ട് നടക്കണ്ടേ, അതിന് സാരി വേണ്ടേ? ഇനി വീട്ടിൽ 1 മാസം കൊണ്ട് ഉപ്പ്, മുളക്, പഞ്ചസാര ആരാന്ന് പറഞ്ഞ പുള്ളിയുടെ കൂടെ അല്ലേ നിൽക്കേണ്ടത്? എനിക്ക് തുണിയിലാണ്ട് നടക്കാൻ പറ്റോ? അത് പറ്റൂല. അപ്പൊ എനിക്ക് സാരി കൊടുക്കണം. എന്നാ നീ ഒരു കാര്യം ചെയ്യ്. ഈ കാഞ്ചീപുരം പട്ടുസാരിയുടെ കൂടെ 2 കാഞ്ചീപുരം പാന്റ് കൂടി തരാൻ പറ. അതെ, 2 കാഞ്ചീപുരം പാന്റും കൂടി കിട്ടോ? കാഞ്ചീപുരം പട്ടുസാരിയിലോടൊപ്പം ചേട്ടന് 2 കാഞ്ചീപുരം പാന്റും 2 കാഞ്ചീപുരം നിക്കറും. കാഞ്ചീപുരം ഒരു തരം, കാഞ്ചീപുരം 2 തരം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാജിക്ക് എല്ലാ മാസവും ബ്യൂട്ടി പാർലറിൽ പോയി ഹെയർ ചെയ്യാനും ഫേഷ്യൽ ചെയ്യാനുള്ള പൈസ ചക്കൾ സ്പോൺസർ ചെയ്യും. എനിക്കൊരു പാച്ച് വെച്ച് തരുമോ? ബ്യൂട്ടി പാർലർ 1 തരം, 2 തരം, 2 എല്ലാ വർഷവും എല്ലാ ദിവസവും ഞങ്ങളെ 10 അണികൾ നിങ്ങളെ വീട്ടിൽ ഏറാമൂലികളെ പോലെ നിൽക്കും. അത് മാത്രമല്ല, ചേട്ടന് ഡെയിലി ബിവറേജ് പോയി സാധനം എടുത്തോണ്ട് തരും. ആണ് കൊണ്ടുപോടാ. എങ്ങാടെങ്കിലും ഇതേപോലെ ഓജസ്സും തേജസ്സുള്ള രാജിനെ തരാന്നാ ഞാൻ പറഞ്ഞത്. എങ്ങാടെങ്കിലും കൊണ്ടുപോകും. അടുത്ത 5 വർഷം രാജി ഞങ്ങളുടെ കൂടെ നിൽക്കുള്ളൂ. ചേട്ടൻ എന്തൊക്കെയാട്ടോ പറഞ്ഞ? എന്റെ കാല് പോയി, കാല് വേദന.
എടുക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവാ. നടുവിന് വല്ല വിഷയമുണ്ടോ? ഇല്ല കൈ വേദന ഉണ്ട്. കൈ തിരുപ്പി തരാം. അയ്യോ, കാലിന്റെ പെരുപ്പ് ഇതെന്ത് കാണുന്നു? എന്ത് പറ്റി? നെഞ്ചുവേദന എടുക്കണം. വെള്ളത്തിലെടുക്കാൻ പോടാ. എടാ ആദ്യം അത് എന്റെ ഭാര്യയല്ലേ, ആദ്യം ഞാൻ പിടിക്കട്ടെ. ഞാൻ പിടിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്റെ പാർട്ടിക്ക് സ്വതന്ത്രയായ ഒരു പ്രസിഡന്റ് ഇന്നിതാ ഉണ്ടായി കഴിഞ്ഞു. എന്റെ പാർട്ടിക്ക് സ്വതന്ത്രയായ ഒരു പ്രസിഡന്റ് ഇന്നിതാ ഉണ്ടായി കഴിഞ്ഞു. സ്വതന്ത്ര പ്രസിഡന്റ് നമുക്ക് വേണം. പ്രസിഡന്റ് ഞങ്ങൾക്ക് വേണം. ചേട്ടാ എടാ വാക്കുള്ള ഒരുത്തരും ഇവിടെ സ്വതന്ത്രമായി നിൽക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയെന്ന് അറിയാമോ? എനിക്ക് ഇത്തിരി സ്വാതന്ത്ര്യത്താണ്. ഇന്ന് എന്റെ ആദ്യ രാത്രിയല്ലേ, ഇന്ന് എന്റെ ആദ്യ രാത്രിയല്ലേ. മോളെ നിനക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി. ഇപ്പൊ കഴിയും. അയ്യോ ഞങ്ങൾ കൊണ്ടുപോകും. രാജ്യം ഞങ്ങൾ കൊണ്ടുപോകും. രാജ്യം ഞങ്ങൾ രാജിനെ കൊണ്ടുപോകരുത്. അയ്യോ പോയി. മോനെ, നീ എന്നോടൊന്ന് സഹകരിക്കാമോ? ഇന്ന് എന്റെ ആദ്യ രാത്രിയല്ലേ. അതല്ല, കൊണ്ടുപോയ രാജിനെ ഒന്ന് തിരിച്ചു കൊണ്ടുതരാൻ പറ്റുമോ? എന്റെ ഗോപാല, ഇന്നെന്നല്ല ഇനി ഒരു 5 വർഷത്തേക്ക് നീ നിന്റെ ഭാര്യ രാജിനെ പ്രതീക്ഷിക്കണ്ട. അയ്യോ അപ്പൊ ഇനി 5 വർഷം ഞാൻ എന്ത് ചെയ്യും? അവളുടെ ചിഹ്നം എന്തായിരുന്നു? വാഴ. അപ്പൊ ഇന്ന് തൊട്ട് നീയാണ് ഇവിടുത്തെ വാഴ. വെറും വാഴ. ഒരിക്കലും കൊലയ്ക്കാത്ത വാഴ. ഹലോ ചെക്ക് ചെക്ക് ചെക്ക്. ഹലോ ചെക്ക്. ചേച്ചി ഒരു മിനിറ്റ്, കളിയാക്കല്ലോ. ആദ്യമേ ഞാനൊരു കാര്യം പറയാം. ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു വെറൈറ്റി എന്നുള്ള രീതിയിൽ മണിക്കുട്ടൻ ചേട്ടൻ വന്നുകൊണ്ട് സ്പെഷ്യലായിട്ട് ഞാനാണ് ഒരു വൈറൽ കണ്ടന്റ് എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് ഒരു പരീക്ഷണം. ചിലപ്പോൾ ഇതായിരിക്കും ഇവിടെ അങ്ങോട്ടേക്ക് വൈറലാവാൻ പോകുന്നത്. കുറച്ചേരം സംസാരിക്കാൻ നിൽക്കുകയാണ്. അല്ല നീ എന്റെ പൊന്നെ ആ ഷെയ്ഡ്സ് എടുത്ത് മാറ്റാവോ? മൈക്കും കൊണ്ട് സംസാരിക്കാണ്ട് നിൽക്കും എന്നായാലും ഞാൻ അങ്ങനെ. കുറച്ചേരം സംസാരിക്കാൻ നിന്ന് അത് വൈറലാവും. ശരി, അത് നമുക്ക് നോക്കാം. പക്ഷെ ഇപ്പൊ ഞാൻ എനിക്കൊരു ഒരു അമാനുഷിക കഴിവുണ്ട്. മാനുഷികം എന്നൊക്കെ എന്താണ് ആ കഴിവ്? സൂപ്പർ സൂപ്പർ നീ സൂപ്പർ സൂപ്പർ. സംഭവം എന്താന്ന് വെച്ചാല് ഞാന് ഒരു പാട്ട് പാടാം. ഒരു ഗായകന്റെ സൗണ്ടിൽ, ഇല്ല ഒത്തിരി ഒന്നും പാടുന്നില്ല, ഒരു ഗായകന്റെ സൗണ്ടിൽ പാട്ട് പാടാം. അത് ആരാന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യണേ. എലീന എന്താ ഉദ്ദേശിക്കുന്നത്? മിമിക്രി ആണോ? ആ സൗണ്ട് എടുക്കുമ്പോ അങ്ങനെയല്ലേ, ഇപ്പൊ പാട്ടുകാരുടെ സൗണ്ട് എടുത്താലും പാട്ടുകാരെ അനുകരിക്കാൻ പോകും, അനുകരിച്ച് പാടുക. അത് ആരാന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി. എലീനയ്ക്ക് പറ്റുന്ന ചെയ്യും. നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ കാക്ക കരയുന്ന സൗണ്ട്, കിളി ചലയ്ക്കുന്ന, അതൊക്കെ ഇടുക. അല്ലാതെ അതെ എന്നെ കൊണ്ട് ഒട്ടും വരത്തില്ല. ഇത് പിന്നെ എനിക്ക് തന്നെ തോന്നിയ ഒരു സാധനമാണ്. പ്രാക്ടീസ് എങ്കിൽ ആ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കണം. യു കൻ ഡു ഇറ്റ്. അന്നക്കളി നീ അന്നല മണ്ണക്കണ വേറെ വന്നു അന്നിക്കടപ്പത്തെ അമ്മിളി കൊമ്പിൽ മോനെ മനമാനെ മാറേ. ആരാ മനസ്സിലായോ? എലീന. അല്ല പറ. ഒരു വ്യത്യാസമില്ല, കറക്റ്റ്. എനിക്ക് ഇടയ്ക്ക് ജലദോഷം വന്നല്ലോ. അല്ലല്ല ഒരു മിനിറ്റ്, ഇത് പിച്ചല്ല. ഇതിനെന്താ ഇവിടുന്ന് ഇങ്ങനെ കേൾക്കുന്നതിന് എന്നാ പറയുന്നേ? ഫീഡ്ബാക്ക്. അതിന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. ഞാൻ ഒന്നും കൂടെ കേൾക്കാവേ. അങ്ങോട്ടാ കിട്ടുന്നത്, ഞങ്ങൾക്ക് കറക്റ്റാ. നിങ്ങക്ക് കറക്റ്റ് ആണോ? എന്നാ ഒരു മിനിറ്റ്. ലജ്ജാവതിയെ നിന്റെ കള്ളക്കണക്കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ എനിക്ക് കിട്ടി. രോഹിത്തിന്റെ ഭാര്യ എലീന പഠിക്കൽ അല്ലേ? സൂപ്പർ കറക്റ്റ്. കിട്ടി, അത് കിട്ടി. ഇതൊക്കെ ഞാൻ പറയണത് മുളകിലെ നുള്ളണം. നമ്മള് കരിച്ചു കളയണം, വളർത്തി വിടരുത്. കരിച്ചു കളയണം. അത് ചവിട്ടി അമർത്തി അതങ്ങില്ല. ഞാൻ ഒരു സാധനം പകർ ചേട്ടാ, അല്ല എന്താ പരിപാടി? വർഷങ്ങളായിട്ട് ഇത് ഓഫ് ചെയ്തോ. വർഷങ്ങളായിട്ട് നമുക്ക് പരിചയമുള്ളതാണ്. ഓക്കെ, സത്യസന്ധമായിട്ട് പറ, ഞാൻ ഈ പാടിയൊന്നും മനസ്സിലായില്ലേ? എനിക്ക് ചെറുതായിട്ട് എന്തോ മനസ്സിലായിട്ടുണ്ട്. പറഞ്ഞോ. ഞാൻ പറയുന്ന കറക്റ്റ് ആണെങ്കിൽ പറയാറുണ്ടോ? ജലദോഷം വന്ന എലീന പണിക്ക് മൂക്കടഞ്ഞിട്ടുണ്ട്. പിഴിഞ്ഞായിരുന്നു പാടി. ചേച്ചി കളിയാക്കൽ നിർത്തും. ഇല്ല, എലീന ഇത് ആദ്യം പറഞ്ഞില്ല അമാനുഷികമൊന്നും. ഒരു മനുഷ്യന് ഇങ്ങനെ പാടാൻ പറ്റൂല. അമാനുഷികമായിട്ടുള്ള എന്തോ സംഭവം. ഒരു മിനിറ്റ്, എനിക്കറിയാം നിങ്ങൾ ഞാൻ എന്നെ കഴിവ് ഇവിടെ ചെയ്ത് കഴിഞ്ഞാലും അതിനെ അടിച്ച് അമർച്ചിച്ച് ചെയ്യുന്നത് എന്റെ നല്ലതിന് വേണ്ടിയാന്ന് എനിക്കറിയാം. കാരണം എന്നെ പൊക്കി എഴുത്താൽ എനിക്ക് ചിലപ്പോൾ അഹങ്കാരം വരും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. എലീന ആദ്യം എന്തെങ്കിലും കഴിവ് ഇവിടെ ചെയ്യും, എന്നിട്ട് ഞങ്ങൾ പറയാം.
കഴിവ് ചെയ്യും. അതിനുശേഷം മതി. ചുമ്മാ മതി ഇനിയിപ്പോ വലിച്ചു നീട്ടുന്നില്ല, എന്നോട് പുച്ഛമാണല്ലോ. എന്താ കാര്യം എന്തോ ഇന്നിപ്പോ അത് എന്ത് നടക്കാൻ അല്ല കുഴപ്പമില്ല, എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിലും ഇതേപോലെ തന്നെ സൗണ്ടുകളൊക്കെ ചെയ്യുന്ന മിമിക്രി ഒക്കെ ചെയ്യുന്ന ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ആദ്യം അതങ്ങ് പറഞ്ഞു അല്ല എന്തായാലും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. സാറേ കാര്യമൊക്കെ ചെയ്തിട്ട് എന്ത് ഒന്നാമത് ഇവിടെ നിൽക്കുന്നതേ പറ്റാത്ത കാര്യം. ആരെയാ അനുകരിച്ചത് ആളോട് മനസ്സുകൊണ്ട് മാപ്പ് പറയണം, തുറന്നു പറ. പുള്ളി ഓട്ടോ എടുത്ത് ആയതുകൊണ്ട് കാണുമ്പോ അദ്ദേഹത്തിന്റെ കാലം വീണോണം കേട്ടോ. എന്നാ ഞാൻ വേറൊരു കാര്യം പറയാം. എനിക്ക് വേറെ സൗണ്ടും കൂടി ഉണ്ട്. അത് പുള്ളിക്കാരൻ പെർഫോം ചെയ്തിട്ട് ഈ പുള്ളിക്കാരൻ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വന്നത് പെർഫോം ചെയ്യാം. വേറൊന്നും കൂടെ ഒരു ഐറ്റം കൂടെ. അഹങ്കാരം. എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇത് പെർഫോം ചെയ്യാൻ എത്തിയ ആളെ നമുക്ക് ഇങ്ങോട്ടേക്ക് വിളിക്കാം. അതിനുശേഷം ഞാൻ റീ എൻട്രി വരാം. ഓക്കെ, വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം അജി ജെറോൺ. എല്ലാവർക്കും നമസ്കാരം. അമൃത ടിവിയുടെ ഈ ഒരു ഫ്ലോറിൽ വരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനിവിടെ ചാനലുകൾ പ്രോഗ്രാം ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. സോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എന്താ ശരിക്കും ചെയ്യാൻ പോകുന്നേ? ഇന്ന് ഞാൻ യാദൃശികമായി ഞാൻ ഒരു വീഡിയോ ചെയ്തു. അത് ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വൈറലായ ജാഡ സോങ്, നമ്മുടെ ആവേശം സിനിമയിലെ ജാഡ സോങ് പല താരങ്ങൾ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു സംഭവമാണ്. കൂടെ നമ്മുടെ റിവ്യൂ ചെയ്യുന്ന ആറാട്ടണ്ണൻ, എല്ലാ സിനിമയുടെയും റിവ്യൂ ഒക്കെ ചെയ്യുന്ന ആറാട്ടണ്ണനും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. പെർഫെക്റ്റ്, നമുക്കത് കേൾക്കാം. കുലീനരേ, ഉദാത്തരേ, ഉറ്റതോഴരേ, ശുദ്ധമർത്യരേ, താഴെ വീണ കണ്ട് പല്ലിളിച്ച കൂട്ടരെ, ഏറ്റ തോൽവി കണ്ട് നോക്കി നിന്ന മൂകരെ, പെട്ട മാനഹാനി ആസ്വദിച്ച നീചരെ, തീർന്നു പോകുമെന്ന് മുൻവധിച്ച മൂടരെ, ശക്തിയുള്ളവന്റെ കുട പിടിക്കും അൽപ്പരെ, കണ്ണുനീരിനുപ്പ് കരയിലിട്ട സ്വാർത്ഥരെ, മങ്ങി മാഞ്ഞു ഭൂതകാലം എന്നിവന്റെ ഊഴം കൺതിറന്ന് കണ്ണിറച്ച് കാണുക മോനെ. ജാടാം പച്ചയാടാം പുച്ചമാണ് പോടാം ഒന്നിറങ്ങി നോക്കടാ ജാടാം ചുറ്റും ഇന്ന സൂയ നിത്യമേനോട് പോലും ഇന്ന് ദുഃഖമാ. ജാട ചാട തിരുതിരുപ്പ് ചാട പരപരാജകീയമാ ചാട നല്ലവന്റെ ചാട നല്ല പോലെ നാട്ടിലെന്ന് പാടുക. മാറ്റി നോക്കുവാൻ നിരത്തിലിട്ട കല്ലുകൾ, തൂക്കി നോക്കുവാൻ തുലാസിലിട്ട കട്ടികൾ, അസ്തമിക്കുവാൻ പറഞ്ഞവർക്ക് മേലെയായി അഗ്നി തുപ്പുവാൻ തിരിച്ചു വന്ന സൂര്യനായി, വേഷഭൂഷണങ്ങൾ മുഴുവൻ ഇന്ന് മാറവേ, വേഷദൃഷ്ടികൾക്ക് മുറുമുറുപ്പ് കൂടവേ, മങ്ങി മാഞ്ഞു ഭൂതകാലം എന്നിവന്റെ ഊഴം കൺതുറന്ന് കണ്ണിറച്ച് കാണുക മോനെ. ജാട പച്ചയായ ജാട ഉച്ചമാണ് പോടാ ഒന്നിറങ്ങി നോക്കടാ ജാട ചുറ്റും ഇന്ന സൂയ മഞ്ജുവാർക്ക് പോലും ഇന്ന് ദേഷ്യമാ. ചാട പലവളപ്പ് ചാട തിരുതിരിപ്പ് ചാട വരവ് രാജകീയമാ ചാട നല്ലവന്റെ ചാട നല്ല പോലെ നാട്ടിലെത്ത് പാടുക. താങ്ക് യു. പൊളി കാട്ടുതീ കാട്ടുപുളി. കാട്ടുപുളി. ഓ ഞാൻ ആ ലാൽ സാറിന്റെ അത് ഗംഭീരമായി ബാബു നമ്പൂതിരി സാറിന്റെ തുടങ്ങി വളരെ വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഇതെങ്ങനെ കറക്റ്റ് പ്ലേസ് ചെയ്തത്? ഇത് ഇന്ന വോയിസ് ഈ ലിറിക്സിന് ചേരും വന്നതാണ്, യാദൃശികമായിട്ട് കിട്ടിയതാണ്. വീട്ടിലൊരു കാഷ്വൽ ഇൻസ്റ്റാ ഒക്കെ ഇപ്പോഴാണ് തുടങ്ങിയത്. ഒരു ചുമ്മാ റീൽ ചെയ്ത്. അല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് മിമിക്രി അല്ലാണ്ട് ബൈ പ്രൊഫഷൻ അങ്ങനെ മിമിക്രി ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്റെ പ്രൊഫഷൻ ഇങ്ങനെ ആയതുകൊണ്ട് ഒരു റെസ്ട്രിക്ഷൻ എടുക്കേണ്ടി വന്നു. ഇനി ലാൽ സാറിന്റെ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ശബ്ദവും ഈ ടെക്കിടയിൽ കോഡിംഗ് മാത്രമല്ല ഇഷ്ടം പോലെ ഐറ്റംസും ഉണ്ട്. നമ്മുടെ ലാൽ സാർ ഇപ്പൊ ബ്ലാക്ക് സിനിമയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വില്ലനാണ് ചെയ്തത്, ഡെവിൻ കാർലോസ് പടവീടൻ. അപ്പം അതും പിന്നെ അത് കഴിഞ്ഞ് പൊന്നിയൻ സെൽവനിൽ അദ്ദേഹം സീരിയസ് ആവുമ്പോൾ അത് കോമഡിയായി മാറിയ, അറ്റ്ലീസ്റ്റ് നമുക്കൊക്കെ കോമഡി ആയിട്ട് മാറിയ ഒരു അനുഭവം. അപ്പോൾ അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിലെ ക്ലൈമാക്സ്, ബ്ലാക്ക് സിനിമയിലെ ക്ലൈമാക്സ് സീനിലെ
നമ്മുടെ ലാൽ സാർ, നീ പറഞ്ഞ ബീതാറെന്ന കൂരേന്ന് കെട്ടി അകത്ത് തുടങ്ങുമ്പോ കൈ കരുതാറത് ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്യാപിറ്റലായിട്ട് ആത്മവിശ്വാസം, പിന്നെ ലഹരിയോടുള്ള അടങ്ങാത്ത ആർത്തി. എനിക്ക് ലഹരി അധികാരമായിരുന്നു. ഭരിക്കാൻ, ശിക്ഷിക്കാൻ, ഒരു പട്ടണത്തിലെ ഏത് മനുഷ്യജീവന്റെയും തലവര മാറ്റാൻ കഴിയുന്ന അധികാരത്തിന്റെ ലഹരി. എന്നോട് നീ ഇതെല്ലാം വെച്ചിട്ട് പോവാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഡെവിൻ കാർലോസ് എന്ന മാനസാന്തരം വന്ന മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നു എന്ന് ബോർഡ് വെക്കണോ? അപ്പൊ ഇതേ അദ്ദേഹം തന്നെ നമ്മുടെ പൊന്നിയൻ സെൽവൻ 2, വിക്രം അഭിനയിച്ച പൊന്നിയൻ സെൽവൻ 2, അതിന്റെ ക്ലൈമാക്സിൽ അത് നമുക്ക് സബ് ടൈറ്റിൽ ഇട്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ക്ലാരിറ്റി ഒന്നും പ്രതീക്ഷിക്കരുത്. അപ്പം ഇങ്ങനെ വിക്രം ഇവിടെ മരിച്ചു കിടക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ നമ്മളെല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് ലാൽ സാറിന്റെ ശബ്ദം, നമുക്ക് പരിചയമുള്ള ലാൽ സാർ അവിടെ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമുക്കൊന്നും മനസ്സിലായില്ല. അത് ട്രിവാൻഡ്രത്തെ കണ്ടത് നമ്മള്. അന്നേരം സബ് ടൈറ്റിൽ ഇല്ലാത്തതുകൊണ്ട് എന്താ സംഭവിച്ചത് എന്ന് ഒരു പിടിയും കിട്ടിയിട്ടില്ല. പണി കിട്ടും. ആവേശം സിനിമയിലെ നമ്മുടെ ഫഹദ് ഫാസിൽ ചെയ്ത രംഗണ്ണൻ റോള് ഫഹദ് ഫാസിലിന് പകരം നമ്മൾ ഷാറുഖ് ഖാനെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെ? സക്സസ് ആയത് അവിടെ ചിരിക്കുന്നുണ്ട്. അംബാൻ, where is the gun, അംബാൻ? ഗൺ എവിടെ അംബാൻ? Don't worry. ഗണ്ണ് രംഗണ്ണൻ കാണിച്ചു തരും. Tomorrow there is a fight. Damn it. You know, രംഗണ്ണൻ കാണിച്ചു തരും. എന്റെ കള്ളനും തൊട്ടനും എല്ലാവർക്കും എന്നെ വേണം. സ്നേഹം എന്ന് പറഞ്ഞാൽ nobody likes me. ഇൻസ്റ്റാഗ്രാമിൽ പോലും no like. നീയൊക്കെ നന്നായി വാ. ഇനി അവസാനം നമ്മുടെ ഇറങ്ങുന്നതിന് മുന്നേ നമ്മുടെ മമ്മൂക്കയുടെ ബ്രഹ്മയുഗം ആ ഡയലോഗിൽ നിന്ന് പതിയെ ഗർവാസി സാശാൻ ജനാർദ്ദനൻ ചേട്ടനിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ട് പോവാണ്. എവിടെ നിൽക്കിയാ പോകുന്ന നോക്കിയേ. വിരസതയ്ക്ക് നല്ലത് പകിടകളി തന്നെയാ. എടാ തള്ളി ഒടിക്കടാ അവന്റെ 2 കാലും. എടാ പൊളിച്ചു ഇപ്പോഴും പഴയതിൽ നിന്ന് ചിരിക്കുകയാണ്. ആ കോഡിങ് സെറ്റ് ആയിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഇതന്നെയാണ് ഏറ്റവും വലിയ വിജയം. നമ്മൾ ഓർത്തോർത്ത് ചിരിക്കുന്നുണ്ടെങ്കിൽ അത്രയ്ക്കും കിടിലമായിരുന്നു. വെറൈറ്റി എന്നൊക്കെ പറഞ്ഞ ഭീകര വെറൈറ്റി ആയിപ്പോയി. നല്ല രസമുണ്ടായിരുന്നു. കാരണം നമ്മൾ അതൊരു പ്രൊഫഷനായിട്ട് എടുക്കുന്ന ഒരാള് നിത്യേന പ്രാക്ടീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവര് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു പ്രൊഫഷനിൽ നിന്നിട്ട് ഇത്രയും എക്സൽ ചെയ്യുന്നുണ്ടോ, അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അനുകരിച്ചു പോവുമല്ലോ. അതാണ് അതിനകത്ത് നിന്നുകൊണ്ട് കസർത്ത് കാണിക്കുകയാണ്. അതായത് അതിൽ നിന്നുകൊണ്ട് അതിനെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുവരുക. അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയിൽ അത് കൊണ്ടുവരുന്നത് അടിപൊളിയായിരുന്നു. സോ മച്ച് ചേട്ടാ. ഞാൻ അങ്ങോട്ട് വരാൻ പോകും. കുറച്ച് യങ് വൈബ് ആവട്ടെ. അത് ട്രിവാൻഡ്രത്തുകാരനാ, എൻ്റെ നാട്ടുകാരനാ. വലിയ സന്തോഷം ബ്രോ, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്കിൽ എൻ്റെ പല സുഹൃത്തുക്കളെയും പ്രോഗ്രാമിന് വിളിക്കില്ലെന്ന് അവർ പരാതി പറഞ്ഞു. ഇവരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ എങ്ങനെ വിളിക്കാൻ? അതുകൊണ്ട് അവർക്കും കൂടെ ചേർത്ത് കേട്ടാ. ഗംഭീരം പെർഫോമൻസ് ആയിരുന്നു. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഗംഭീരം പെർഫോമൻസ് പറഞ്ഞ് കൈയടിച്ച് നമ്മൾ വിടില്ല. ഒരു ചെറിയ സമ്മാനമുണ്ട്. സന്തോഷം. ടെക്കി ഞെട്ടും ഇത് കാണുമ്പോൾ. ലണ്ടൻ ക്ലാസിക് നൽകുന്ന സമ്മാനമാണ്. കൺഗ്രാറ്റുലേഷൻസ്. വീണ്ടും നമ്മൾ കാണണം, പെർഫോമൻസ് ആയിട്ട് വരണം, വെറൈറ്റി കാര്യങ്ങൾ ചിന്തിച്ച് അതിനുള്ള ഒരു എന്താ പറയുക കാലിബർ ഉണ്ട്. സോ യു കെൻ ഡു ഇറ്റ്. കോഡിംഗ് മാത്രമല്ല ഇതും നടക്കും എന്നുള്ളത് മനസ്സിലായല്ലേ? ടെക്കിക്ക് സന്തോഷമായില്ലേ? ടെക്കി വളരെയധികം. ഞങ്ങൾക്കും. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഈ ഫ്ലോറിൽ വരാനും പക്തു ചേട്ടന്റെയും മണിക്കൂട്ടൻ ചേട്ടന്റെയും മാമിന്റെയും മുന്നിൽ വെച്ച് പ്രോഗ്രാം ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. സോ ഹാപ്പി. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ് ഡിയർ വ്യൂവേഴ്സ്. നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ്. ഒരു മിനിറ്റ്. അല്ല, ആ മറ്റേ വെറൈറ്റി പെർഫോമൻസ് കഴിഞ്ഞ എലിയുടെ എന്തോ സ്പെഷ്യൽ എന്റെ സ്പെഷ്യൽ പെർഫോമൻസ് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഈ എപ്പിസോഡല്ല. ഭാഗ്യം. ഞാനൊന്ന് പേടിച്ചിരിക്കുവായിരുന്നു. അല്ലല്ല, അങ്ങനെയല്ല. അടുത്ത എപ്പിസോഡിലേക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് ഇപ്പൊ എല്ലാരും ഇങ്ങനെ ആകാംക്ഷയുടെ കാത്തിരിക്കും റിമോട്ട് എടുത്തിട്ട് ചാനൽ മാറ്റാൻ. അല്ല, എല്ലാരും കാത്തിരിക്കും. നോക്കിക്കോ, ഒരു 30 സെക്കൻഡ് ഞാനിപ്പോ അങ്ങ് എടുക്കുവാ നിങ്ങളുടെ എല്ലാവരുടെയും പ്രേക്ഷകരുടെയും കൂടെ എടുക്കാണ്. എക്സ്ക്യൂസ് മീ,
വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മളോടൊപ്പം ഒരു സയന്റിസ്റ്റ് എത്തിയിട്ടുണ്ട്. സാർ പ്ലീസ് വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. എല്ലാവർക്കും നമസ്കാരം. 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 ഞാനൊരു സയന്റിസ്റ്റ് ആണ്. എന്റെ പേര് ദിമോത്തി, MA LLB BHS DMS ഹെർക്കുലീസ് ഫ്രം ഈവനിങ്. എന്ത് MA LLB യോ? ഞാൻ ഈ ബിരുദങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൂട്ടത്തിൽ ലാസ്റ്റ് എന്തോ പറഞ്ഞു അല്ലേ, അതിന്റെ വൈകുന്നേരത്തെ ബിരുദാനന്തര ബിരുദ വേറെ LLB റമ്മെന്ന അത് വൈകുന്നേരത്തെ ബിരുദാനന്ദ ബിരുദം കയറി വന്നതാണ്. കുഴപ്പമില്ല. ഐ ആം ദിമോത്തി, സയന്റിസ്റ്റ് ആണ്. അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ഒരു ന്യൂസ് കണ്ടു കാണും. അപ്പം നമ്മുടെ ഇടയിലുണ്ട്, നമ്മൾ അറിയാതെ. അത് താങ്കളാണ്? അല്ലല്ല, ആ അന്യഗ്രഹ ജീവി നമ്മളുടെ ഇടയിലുണ്ട്, നമ്മൾ അറിയാതെ. അത് വേഷം മാറിയാണ്. ചിലപ്പോ നമ്മളത് മനുഷ്യനാന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിച്ചു, പക്ഷെ പിന്നീട് അറിയുന്നത് ഏലിയാണ്. ഞാൻ എന്റെ ഒരു ഗവേഷണം അതിനു വേണ്ടി കുറച്ച് ചെലവഴിച്ചു. അതിനെ ഞാൻ കണ്ടെത്തി. അത് നിങ്ങളിലേക്ക് എത്തിക്കണം, ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ്. ഏലിയനെ കണ്ടോ? തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വേഷം മാറിയ ഏലിയനെ ആക്ച്വലി സാറ് കണ്ടുപിടിച്ചു. ആ അന്യഗ്രഹ ജീവിയുടെ പേര് പ്യൂപ്പി. വെൽക്കം പ്യൂപ്പി. എനിക്ക് ഇതിലൊക്കെ ടിവിയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ന്യൂസ് വൈറലായപ്പോഴത്തേക്ക് അപ്പൊ തൊട്ട് എനിക്ക് ഇതിനെ ഒന്ന് നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. ഭയങ്കര ക്യൂട്ടാട്ടോ. ഈ നമ്മുടെ ഈ റാമ്പിൽ ഒന്ന് ഒന്ന് നടന്ന് കാണിക്കാം പ്യൂപ്പി, അവരുടെ ആഗ്രഹമല്ലേ? Hi Pupi. Yes. How are you? I'm fine. Oh, nice meeting you. My name is Pupi. Me Shukran. ശുക്രനിലാണ് ചിലപ്പോ, ശുക്രനിലും വരും, ചൊവ്വയിലും വരും, ചിലപ്പോ നെപ്റ്റ്യൂണിൽ വരും, പ്ലൂട്ടോയിൽ പോകും. പ്ലൂട്ടോയിലാണ് ഞാൻ സ്ഥിരതാമസം. അല്ല, ഈ പ്ലൂട്ടോയില് കണ്ണാടി ഒന്നുമില്ലേ? ഇത് മൊത്തം കുത്തി വരച്ച് വെച്ചേക്കുന്നത്. കുത്തി വരച്ചതല്ല, പിന്നെ ഞങ്ങളുടെ പ്ലൂട്ടോയിലെ ഏറ്റവും നല്ല സുന്ദരനാണ് ഞാൻ. ആ സുന്ദരനായ എന്നെ ഈ തിമോത്തി സാർ കണ്ടുപിടിച്ച് പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. പറയൂ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കൂ. സാർ, ഈ ഗ്ലാസ് വെച്ച സാറിനെ എനിക്ക് നല്ല പരിചയം തോന്നുന്നു. എങ്ങനെ സാർ ഗ്ലാസ് ഒന്ന് വരുമോ? യെസ്, വെരി നൈസ്. പരിചയമുണ്ടോ? ഇദ്ദേഹം ഒരു സിനിമാ നടനാണ്. അതെ, ഞാൻ സിനിമയൊക്കെ ഉണ്ടോ? തിയേറ്റർ ഉണ്ടോ? നെപ്റ്റ്യൂണിലെ നൂൺ ഷോ ഉണ്ടായിരുന്നു, ഷക്കീല പടം. അത് കാണാൻ വേണ്ടി ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഓടി നൂൺ ഷോയ്ക്ക് കയറി. പക്ഷെ ഷക്കീല കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി മൊത്തം ഇദ്ദേഹവും പിന്നെ കുറച്ച് ആൾക്കാരും ഫൈറ്റ് ഇടി. ഞാൻ അങ്ങനെ പരിചയമുണ്ട്. ഓ, മറ്റേ ചോട്ടാ മുമ്പേ സിനിമ. എന്റെ സിനിമ ഈ നെപ്റ്റ്യൂണിലൊക്കെ എന്റെ സിനിമ വരാറുണ്ടോ? പിന്നെ ഞങ്ങളുടെ തിയേറ്ററിലൊക്കെ എപ്പോഴും റിലീസ് ആണല്ലോ. വേൾഡ് വൈഡ് റിലീസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അവിടെ എല്ലാം വരുമല്ലേ. ഈ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇവരുമായിട്ട് പങ്കുവെക്കണമല്ലോ. എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? അവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലിക്കറിനൊക്കെ ഭയങ്കര വിലയാണെന്നാണ് സാറ് പറഞ്ഞത്. സാർ അവിടെ ഫുൾ ടൈം വെള്ളമടിയായിരുന്നു. അവിടുത്തെ കള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഞാൻ കണ്ട കാഴ്ച, ഈ സൈക്കിളിലൊക്കെ നമ്മൾ കെറ്റിലിന്റെ അകത്ത് ചായ കൊണ്ടുപോകും എന്ന് പറഞ്ഞ പോലെ കെറ്റിലിന്റെ അകത്ത് സൈക്കിളിൽ മദ്യം കൊടുക്കുകയാണ്. ഒരു പെഗിന് വെറും 10 രൂപയുള്ളൂ. ഈ വെള്ളം കുടിച്ച് അവിടെ അലറി വിളിച്ച് നടക്കുമായിരുന്നു. അത് തന്നെ ലേട്ടാ. ഈ നമ്മുടെയൊക്കെ വീട്ടില് ഒരു രാത്രി 8 മണി 9 മണി കഴിഞ്ഞ പിന്നെ ഭാര്യമാര് വഴക്കിടുമല്ലോ, ഭർത്താക്കന്മാര് പുറത്തു പോയി കഴിഞ്ഞാല്. നിങ്ങൾ 8 മണി കഴിഞ്ഞ് അവിടെ പോയിരുന്നു, അവിടെ കൂട്ടുകാരന്റെ കല്യാണം വീട്ടിൽ പോയി അടിക്കാൻ പോയതല്ലേ, സിനിമയ്ക്ക് പോയതല്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കൂലേ? അതൊക്കെ ഇവിടെ എപ്പോഴും അങ്ങനെ. നെപ്റ്റ്യൂണിൽ അങ്ങനെയില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ വീട്ടിൽ രാത്രി 8 മണിക്കോ 9 മണിക്കോ ചെന്നാലും ഒരു പ്രശ്നമില്ല. അതെന്താ പ്രശ്നം ഇല്ലാത്ത? എന്താ? എന്റെ ഭാര്യ 12 മണിക്കല്ലേ വരുന്നത്, പിന്നെ എന്താ പ്രശ്നം? കാരണം വെച്ചാൽ ഞാൻ ഇവിടെ കണ്ടൊരു കൾച്ചർ അങ്ങനെയാണ്. നമ്മൾ ഭാര്യമാരുടെ മുമ്പിൽ ഒന്ന് വിധേയപ്പെട്ടാൽ എന്താ കുഴപ്പം? നെപ്റ്റ്യൂണിലൊക്കെ എന്ത് സമാധാനം. സാറ് വന്നപ്പോ എങ്ങനെയല്ലായിരുന്നു? അങ്ങനെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചൊവ്വയിലേക്ക് വരാൻ താല്പര്യമുണ്ടോ? എനിക്ക് താല്പര്യമുണ്ട്. ഗേൾസിനാണ് ഞാൻ ആദ്യം മുൻഗണന കൊടുക്കുന്നത്. ഓണത്തിന് ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്നുണ്ട്. അതെ, സത്യം പറയാം, ഓണത്തിന് ഇദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പ്രോഗ്രാമിലെ മെയിൻ പുള്ളിയാണ്. അപ്പം ആങ്കർ ചെയ്യാൻ ഒരാള് വേണം. ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഏലിയൻസിന്റെ നാട്ടിലേക്കല്ലയോ നമ്മൾ ഈ ചെല്ലുന്നത്? എനിക്ക് വരാൻ താല്പര്യം. അവർക്കൊരു മനുഷ്യനെ കാണാൻ അവർക്കും ഇതുണ്ടാവില്ല. അപ്പൊ ഞാൻ വരാം. ചൊവ്വയിലേക്ക് വരാം, പക്ഷെ വേറെ കണ്ടീഷൻ ഉണ്ട്. ചൊവ്വാദോഷമുള്ളവർക്ക് ആർക്കും ചൊവ്വയിലേക്ക് പോകാൻ പറ്റില്ല. വിസ അടിച്ചു തരില്ല. വിസ അവിടെ വിസ അടിക്കണം. 2 എലി വേണോ? എന്തോ ഒരേ എലിയും പോരെ? 2 എലിയും ആവശ്യമുണ്ടോ? 2 എലി എന്ന് ഉദ്ദേശിച്ചേ
ഓൾറെഡി ഏലിയൻസ് ആണ്. അപ്പൊ ഇവിടുന്ന് ഒരു ഏലിയൻ ഇദ്ദേഹത്തിന്റെ നെയിം ഏലിയൻ. ഞങ്ങളുടെ ഇവിടെ ഇന്ത്യയിലെ ഏലിയൻ ആണത്. ഓക്കെ അപ്പൊ നിങ്ങൾ രണ്ടിനെയാണ് എന്നെ കൊണ്ടോ എനിക്ക് മേഡത്തെ കൊണ്ടുപോകും. മേഡം നല്ല താണ്ഡവം ആടുമല്ലോ. എനിക്ക് അവിടെ തീർച്ചയായും അതിലൊന്നും ഒരു കാര്യമില്ല. അമേരിക്കയിലും ഗൾഫിലൊന്നും പോയിട്ടൊരു കാര്യമില്ല. പോണെങ്കിൽ ഇങ്ങനെ ചൊവ്വായിൽ പോണം. അതെ, എനിക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ എനിക്ക് വരാൻ പറ്റുമോ? മേഡം ജസ്റ്റ് ഒന്ന് വരുമോ, ഒന്ന് കാണട്ടെ, ഒന്ന് കണ്ടോട്ടെ. കാരണം എനിക്ക് എന്നോടൊപ്പം അവിടെ ഒരു ഡാൻസ് പെർഫോമൻസ് ചെയ്യേണ്ടിയിരിക്കും. അതെ അതെ. അപ്പൊ മേഡവും ഇദ്ദേഹം ആങ്കർ ചെയ്തിട്ട് ഞാൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഒരു ഡാൻസ് പെർഫോമൻസ് ഇവിടെ ഒന്ന് കാഴ്ചവെക്കുക. ഡാൻസും ചെയ്യണോ? ഡാൻസ് ചെയ്തു. ലേഡീസ് വിഷയത്തിൽ അല്ല നമ്മളല്ലേലും ഷോ ഏലിയൻ ആയതുകൊണ്ട് കുറച്ച് നീറ്റ് ആയിരിക്കും ഞാൻ. വർത്താനം പറയുമ്പോൾ ഒന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല അല്ലേ? സാർ ഒരു മ്യൂസിക് ഇട്ട് തരുവായിരുന്നെങ്കിൽ. ഡാൻസിനാണോ? ബ്രേക്ക് ഡാൻസ് அடியே மனநில் நாணிக்காதடி கொடியே என்ன கண்டு நீ சொக்காதடி தாப்பாள போடாம கேப்பாள போடாம கூப்பாடு போடாதடி அடியே மனநில் நாணிக்காதடி கொடியே என்ன கண்டு நீ നിർത്താൻ ഒരാളെന്ന് പറയണ ഒരു ടേക്ക് കൂടി ഉണ്ടോ? ഏത് ജീവിയാണ്? നിങ്ങളോടല്ലേ നിങ്ങൾ സമ്മാനപ്പെടുക സാർ തിമോത്തി സർവായി. എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ സാർ? ആരാണ് നീ? ഞാൻ ശുക്രൻ അല്ലെങ്കിൽ ഫ്ലൂട്ടോ അല്ലെ ചൊവ്വ. നീ അന്യഗ്രഹ ജീവി അല്ലെന്ന് ഞാൻ പറഞ്ഞാലോ? ആണ് ഞാനാണ് കണ്ടുപിടിച്ചത്. ഇവൻ അന്യഗ്രഹ ജീവി അല്ല. നമ്മുടെ മനുഷ്യന്മാരുടെ ഇടയിൽ അതുപോലെ ഉണ്ട്. അതാണ് നമുക്ക് മനസ്സിലാവത്തില്ല. നീ അന്യഗ്രഹ ജീവിയാണ്. എന്താണ് നിന്റെ തെളിവ്? സമാധാനപ്പെടൂ. നിങ്ങളൊക്കെ മനുഷ്യന്മാരാണ്. അതെ, ഞാൻ അന്യഗ്രഹ ജീവിയാണ്. തെളിവെന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും പുക്കളുണ്ട്, പക്ഷെ എനിക്ക് പുക്കളില്ല. ശരിയാണല്ലോ, പുക്കളില്ലല്ലോ. ശരിയാണ്, നമുക്ക് പുക്കൾ കൂടി ഉണ്ടായിരുന്നു. പുക്കളുടെ ഇതുണ്ട്, പാടുണ്ട്, പക്ഷെ അവന് പുക്കളില്ല. കാണിച്ചാ നീ അധികം ചോദിക്കണ്ട കേട്ടോ, ഇല്ലെന്ന് പറയും. സ്റ്റിക്കർ ഒട്ടിച്ചോണ്ട് വന്നിട്ട് ഇവൻ ഏലിയനാണ്. ഇവൻ ആരാന്നറിയാമോ? ശരി, ഇവൻ ശരിക്കും ഒരു വിവാഹ വീര തട്ടിപ്പനാണ്. ഇവനൊരു ഞാൻ പറയും ഇവനൊരു വിവാഹ തട്ടിപ്പ് വീരനാണ്. ഇവൻ എല്ലാ ജില്ലകളിലും ഇവന് പിന്നെ കാമുക ഭാര്യമാരുണ്ട്. അപ്പോൾ അതാണ് ഞാൻ വൃത്തിയായിട്ടവനാണ്. ഇവൻ പെണ്ണുങ്ങളെ പറ്റിക്കുന്നവനാണ്. ഇവൻ വിവാഹമോഹം നൽകി നമ്മളെ പറ്റിച്ചോടിക്കും. ഒരുപാട് പേര്. ഇവൻ ഇവിടെ വന്നത് നിങ്ങളെ രണ്ടുപേരെയും പറ്റിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാനാണ്. പക്ഷെ സാറൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ അതിൽ വീടില്ലെന്ന് ഞങ്ങൾക്ക് ഓൾറെഡി ഞാൻ ചോദിച്ചോട്ടെ, ഈ സ്ക്രിപ്റ്റ് ഞാനാണോ എഴുതിയത്, നിങ്ങളാണോ എഴുതിയത്? ഞങ്ങൾക്ക് എനിക്ക് ഈ അവസരത്തിൽ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഈ അവസരത്തിൽ ചോദിക്കാൻ പറ്റുന്നതാണോന്ന് അറിയില്ല. സാറിനെ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. എന്നെ എവിടെയാണ് നിങ്ങൾ കണ്ടത്? സാറല്ലേ മറ്റേ യൂട്യൂബറെ പൊക്കാൻ മറ്റേ ലൈസൻസ് മുറിച്ച്? അതെ അല്ലേ? ആദ്യത്തെ സ്കിറ്റില് അതേ ഞാൻ തന്നെയാണ് ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുന്നതല്ലേ. പക്ഷെ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ 4 പേര് ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. ഞാൻ ആദ്യത്തെ സ്കിറ്റിൽ വന്നപ്പോൾ എനിക്ക് കൊമ്പം മീശ ഇല്ലായിരുന്നു. നിങ്ങൾ എന്റെ മീശയിൽ ശ്രദ്ധിക്കൂ, എന്റെ ക്യാരക്ടർ ശ്രദ്ധിക്കാതെ. എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, മീശയിൽ ശ്രദ്ധിക്കാതെ സ്കിറ്റിന്റെ കൗണ്ടറുകളിൽ ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടെ മെച്ചപ്പെടാം. സാർ ഒരു ചോദ്യം, ഇയാൾ ആരായിരുന്നു? അദ്ദേഹം ഒരു വിവാഹ തട്ടിപ്പ് വീരൻ. ഒപ്പിച്ചതാലും ബായി പറഞ്ഞു പോവാ.